ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡും 2 സർവീസ് റോഡും ടാർ ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡും വേണ്ട, ഇതെല്ലാം ഫസ്റ്റ് ലെയർ ടാറിങ്ങാണ്. ഇനി ഇതിൻ്റെ ലെയർ വരും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ കടമ്പാട്ട് കോണത്തേക്കാണ്. തെക്കൻ കേരളത്തിലെ ആറൂരി പാതയുടെ പണി ഏകദേശം പൂർത്തിയായ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. കംപ്ലീറ്റ് പണി പൂർത്തിയായിട്ടില്ല, ഇനിയും പണികളുണ്ട്. പക്ഷേ എങ്കിലും ടാറിങ് എല്ലാം പൂർത്തീകരിച്ചു. ക്രാഷ് ബാരിയർ അതേപോലെ ഡിവൈഡറൊക്കെ പണി പൂർത്തീകരിച്ച് കുറച്ച് ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പം കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെ ബോർഡറിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് തിരുവനന്തപുരം ജില്ലയാണ്, കടമ്പാട്ട് കോണത്താണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ആറൂരി പാത പണി പൂർത്തിയായ, അതായത് ഏകദേശം പണി പൂർത്തിയായ, അപ്പോൾ ഏകദേശം പണി പൂർത്തിയായ കുറച്ച് ഭാഗത്തെ കാഴ്ചകളാണ്. തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഏകദേശം ഇത്രയെങ്കിലും പണി പൂർത്തിയായിച്ച കുറേ ഭാഗം. കൊല്ലം ജില്ലയിൽ പിന്നെ ഇവിടെ കടവൂർ മങ്ങാട് പാലത്തിൻ്റെ എത്തുന്നതിന് മുമ്പ് ഇതേപോലെ കുറേ ദൂരത്തേക്ക് ഇതേപോലെ സർവീസ് റോഡും മെയിൻ റോഡൊക്കെ ടാർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വീഡിയോ പാരിപ്പള്ളിയിൽ നിന്ന് ചാത്തന്നൂരും കൊല്ലം ബൈപ്പാസും അങ്ങോട്ടുള്ള ഭാഗത്തെ കാഴ്ചകൾ കാണാൻ. നമ്മൾ ചെറിയൊരു വീഡിയോ നമുക്ക് ഇതെടുക്കാമെന്ന് വെച്ചിരുന്നു. ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. ഈ ഭാഗത്ത് വളവും സർവീസ് റോഡും ഉയർന്നിട്ടായതിനെ കൊണ്ട് തന്നെ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങോട്ട് പോയി കാഴ്ചകൾ കാണാം. അവിടെ ഏകദേശം ഇങ്ങനെ ഈ രീതിയിൽ പണികൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡും 2 സർവീസ് റോഡും ടാർ ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡും വേണ്ട, ഇതെല്ലാം ഫസ്റ്റ് ലെയർ ടാറിങ്ങാണ്. ഇനിയും ഇതിൻ്റെ ലെയർ വരും. ഇനിയും പണികളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളം ഒഴുകി പോകാനൊക്കെ സെറ്റപ്പ് റെഡി ആക്കണം. ഇവിടുന്ന് കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ. നമുക്ക് ഇങ്ങനെ നേരെ പോയിട്ട് അതുവഴി കറങ്ങി തിരിച്ച് അതിലേയും കൂടെ വരാം. മെയിൻ റോഡിൽ കൂടെയും കാഴ്ചകൾ കാണാം. മുമ്പ് ഒരു വീഡിയോ ആയിട്ടപ്പം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മെയിൻ റോഡിലേക്കുള്ള എക്സിറ്റ് എൻട്രിയും അവിടെ വീതി എങ്ങനെയാണെന്ന്. വീതി നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സർവീസ് റോഡ്, ഈ സർവീസ് റോഡ് പകുതിയായിട്ട് ചുരുങ്ങും. അതിൻ്റെ ബാക്കി പകുതിയാണ് ഈ എൻട്രി എക്സിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ചെറിയ റോഡാണ് കേട്ടോ. ഒരു ബസ്സിന് കഷ്ടിച്ച് പോകാവുന്ന ദൂരെ കാണും എക്സിറ്റ് എൻട്രി. അതായത് സർവീസ് റോഡ് പകുതിയായിട്ട് ചുരുങ്ങിയിട്ടാണ് അവിടെ എക്സിറ്റ് എൻട്രിയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാവ്, ഇവിടെ കാണാൻ തന്നെ എന്താ മൊഞ്ചിപ്പം. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വരും. ഈ വേറെ കുറേ പണിയും കൂടെ ബാക്കിയുണ്ട്. പണിയെല്ലാം പൂർത്തീകരിക്കുമ്പോൾ അടിപൊളിയാകും. നമ്മൾ ആറൂരി ഭാഗം പൂർത്തിയാകുമ്പോൾ ഏകദേശം ഈ രീതിയിലാണ് കേട്ടോ. ഇപ്പം തെക്കൻ കേരളം എന്ന് പറയുന്നത് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ കൊല്ലം ജില്ലയാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ പണി മുന്നോട്ട് പോയേക്കുന്ന ജില്ല. ആലപ്പുഴ ജില്ലയിൽ ഇനി ഞാൻ പോയി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അവിടുത്തെ പണിയൊക്കെ ഏകദേശം എത്രയായെന്ന് നോക്കാം. ഇനി ഇതിലെ കറങ്ങി വരെ പാരിപ്പള്ളിയിലേക്ക് കാഴ്ചകൾ ഇനി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിന് തൊട്ട് പിറകെ നമ്മൾ വേറൊരു ദിവസം വന്ന് ചെയ്യുന്നുണ്ട്. ഇത് വർക്കല പോകുന്ന റൂട്ടാണ്. പാരിപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള അണ്ടർപാസാണ്. നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞ് പോയി മെയിൻ റോഡിൽ കൂടെ പോയി അവിടുത്തെയും കുറച്ച് വിഷ്വൽ കാണാം. വർക്കലയിലേക്ക് പോകുന്ന ബസ്സൊക്കെ തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ്. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം വീതി ഉള്ള അണ്ടർപാസാണ്. ഉമയനെല്ലൂർ അണ്ടർപാസ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സ്വർഗമാണെന്നാ സ്വർഗം. ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൽ കൂടെയാണ് കേട്ടോ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നോക്കി അടിപൊളി.
സർവീസ് റോഡിൽ ടാറിങ് പൂർത്തിയായതാണ് കേട്ടോ, പൂർത്തിയായതാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് ടാറിങ് പൂർത്തിയായതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. ഈ രീതിയിലായിരിക്കും നമ്മുടെ നാട്ടിൽ 6 വരി പണി പൂർത്തിയാകുമ്പോൾ റോഡുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ദൂരത്തേക്കാണ് ഇവിടെ റോഡ് പണി, ഇത്രയും പണി പൂർത്തിയായത്. എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമ്മളെ റോഡ് പണി കാഴ്ചകൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന്.